ഹലോ മച്ചൂസ്, ദിസ് ഈസ് സിനിമ ഡോഗ് മച്ചു. നമ്മളിന്ന് കാണാൻ പോകുന്നത് 2025 റിലീസ് ചെയ്ത ഹൊറർ മിസ്റ്ററി ത്രില്ലർ മൂവി കീപ്പർ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് രണ്ടുപേർ എങ്ങോട്ടോ കാറിൽ യാത്ര ചെയ്യുന്നതാണ്. ഇതാണ് നമ്മുടെ കഥയുടെ നായിക ലിസ്. ഇതാണ് ലിസിന്റെ കാമുകൻ മാൽക്കം. ഇവർ അവരുടെ ഫസ്റ്റ് ലവ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടി മാൽക്കത്തിന്റെ വനത്തിനകത്തുള്ള ഒരു വുഡൻ ക്യാബിനിലേക്കാണ് പോകുന്നത്. ലിസ് ഇവർ പോകുന്ന കാര്യം നേരത്തെ തന്നെ അവളുടെ കൂട്ടുകാരിയെ വിളിച്ച് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന സീൻ അവർ മാൽക്കമിന്റെ ആളനക്കമൊന്നുമില്ലാത്ത ആ വുഡൻ ക്യാബിനിലേക്ക് എത്തുന്നതാണ്. ലിസിന് അന്നേരം മുകളിൽ നിന്ന് എന്തൊക്കെയോ അനക്കങ്ങളും ശബ്ദങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട്. അന്നേരം ലിസ് അവിടെ ഒരു കേക്ക് പൊതി ഇരിക്കുന്നത് കാണുന്നു. അത് ആര് കൊണ്ടുവച്ചതാണെന്ന് ലിസ് മാൽക്കത്തോട് ചോദിക്കുന്നു. അത് വീട്ടു ജോലിക്കാരൻ കൊണ്ടുവച്ചിരിക്കുന്നതാണെന്ന് മാൽക്കം പറയും. അന്നേരമാണ് ലിസ് അപ്പുറത്തൊരു ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു വുഡൻ ക്യാബിൻ കാണുന്നത്. ലിസ് ചോദിക്കും, അത് ആരുടേതാണ്? മാൽക്കം പറയും, അതെന്റെ അനിയൻ ഡാരന്റേതാണ്, അവനത് ഉപേക്ഷിച്ചതാണ്. അന്നേരം ഏതോ ഒരു നിഴൽ മുകളിലിരുന്ന് അവരെ മറഞ്ഞു ശ്രദ്ധിക്കുന്നുണ്ട്. ലിസ് ആ കണ്ണാടിയിൽ ഒരു ലവ് വരച്ചു വെക്കുന്നു. അവൾ അവിടുന്ന് മാറുമ്പോൾ അത് തനിയെ മാഞ്ഞു പോകുന്നു. പിന്നെ കാണിക്കുന്നത് ലിസ് കുളിക്കാൻ കിടക്കുന്നതാണ്. അന്നേരം ആ വെന്റിലേഷനിലൂടെ എന്തോ ഒരു ശബ്ദം ലിസ് കേൾക്കുന്നു. ലിസ് അത് കാര്യമാക്കാതെ വീണ്ടും കുളിക്കാൻ തുടങ്ങുന്നു. അന്നേരം അവൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഫീൽ ആവുന്നു. അന്നേരം ഒരു അദൃശ്യ ശക്തി അവളുടെ പുറകിലെ ഗ്ലാസ്സിൽ ഒരു ലവ് വരച്ചു വെക്കുന്നു. പിന്നെ കാണിക്കുന്ന സീൻ അവർ രാത്രി ആഹാരം കഴിക്കാനിരിക്കുന്നതാണ്. അങ്ങനെ അവർ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരം പുറത്ത് ഡോറിൽ ആരോ കൊട്ടുന്നു. അത് മാൽക്കത്തിന്റെ അനിയൻ ഡാരനും അവന്റെ കാമുകി മിങ്കയുമായിരുന്നു. ലിസിന് അവർ വന്നത് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം അവർ സന്തോഷത്തോടെ ഇരുന്നപ്പോഴാണ് അവർ കയറി വന്നത്. മിങ്കയുടെ ഇരിപ്പ് കണ്ടിട്ട് ലിസിന് അത്ര പന്തികേട് തോന്നുന്നില്ല. കാരണം ഒരു കിറങ്ങിയ അവസ്ഥയിലാണ് മിങ്ക ഇരിക്കുന്നത്. ഡാരൻ മാൽക്കത്തെ മാറ്റി നിർത്തി എന്തോ രഹസ്യം പറയുന്നുണ്ട്. മിങ്ക ലിസിനോട് പറയും, അതൊരു വൃത്തികെട്ട കേക്കാണ്. ആ കേക്കിലേക്ക് ഒരു ചെറിയ ഭയത്തോടെ ലിസ് നോക്കും. പെട്ടെന്ന് തന്നെ ഡാരൻ മിങ്കയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അവർ പോയി കഴിഞ്ഞപ്പോഴേക്കും മാൽക്കം ലിസിന് ആ കേക്ക് മുറിച്ചുകൊണ്ട് കൊടുക്കുന്നു. ലിസിന് ആ കേക്ക് കാണുമ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. മാൽക്കം പറയും, ഞാൻ സ്നേഹത്തോടെ തരുന്നതല്ലേ, കഴിക്കേ. ലിസ് അത് കഴിക്കുന്നു. അവൾക്ക് ആ ടേസ്റ്റ് വളരെയധികം ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അവൾ വീണ്ടും എടുത്ത് കഴിക്കുന്നു. പിന്നെ കാണിക്കുന്ന സീൻ ലിസ് കിടന്നുറങ്ങുന്നതാണ്. അന്നേരം അവളൊരു സ്വപ്നം കാണും. അവൾ കിടന്നുറങ്ങുമ്പോൾ ആരോ അവളുടെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടുന്നത്. അവൾ പെട്ടെന്ന് ഞെട്ടി എണീക്കുന്നു. അവൾ പതുക്കെ അവിടെ നിന്ന് എണീറ്റ് ഡൈനിങ് ഹാളിലേക്ക് പോകുന്നു. അവൾ കഴിച്ച ആ കേക്ക് അവിടെ ഇരിക്കുന്നത് കാണുന്നു. ലിസ് ഒരു ഭ്രാന്തിയെ പോലെ ആർത്തിയോടെ അത് കഴിക്കുന്നു. പിന്നെ കാണിക്കുന്നത് മിൻകയാണ്. മിൻക ഡാരനെ തെരഞ്ഞ് ആ കാട്ടിലൂടെ നടക്കുകയാണ്. അവൾ അങ്ങനെ ഒരു മരത്തിന്റെ കീഴിൽ പോയിരിക്കുന്നു. അന്നേരം മരത്തിന്റെ മുകളിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. പെട്ടെന്ന് ഒരു പെരിയ നികൃഷ്ടജീവി മിങ്കയെ കടിച്ചെടുത്തുകൊണ്ട് ആ മരത്തിന്റെ മുകളിലേക്ക് പോകുന്നു. പിന്നെ കാണിക്കുന്ന സീൻ രാവിലെ ഉറക്കമെണീക്കുന്ന മാൽക്കത്തെയാണ്. അവൻ നോക്കുമ്പോൾ ലിസ് കരപര കരപരാന്ന് ബുക്കിൽ എന്തൊക്കെയോ കുത്തി വരയ്ക്കുന്നു. മാൽക്കം കഴിക്കാൻ ഉണ്ടാക്കാൻ നേരം കാണുന്നു ആ കേക്കിന്റെ പൊതി ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കിടക്കുന്നത്. മാൽക്കം ലിസിനോട് പറയും, നമുക്ക് ഒന്ന് പുറത്തേക്ക് പോകാമെന്ന്. പിന്നെ കാണിക്കുന്നത് അവർ രണ്ടുപേരും വനത്തിനുള്ളിലെ ഒരു അരുവിയിലടുത്ത് നിൽക്കുന്നതാണ്. അന്നേരം ലിസിന്റെ മനസ്സിൽ ഒരു ഗർഭിണിയായ സ്ത്രീയുടെ രൂപം കടന്നു പോകുന്നു. അന്നേരമാണ് ലിസിൻ ആ വെള്ളത്തിൽ നിന്ന് ഒരു മാലയും ലോക്കറ്റും കിട്ടുന്നത്. ആ ലോക്കറ്റിൽ ഒരു സ്ത്രീയുടെ ഫോട്ടോ ലിസ് കാണുന്നു. പിന്നെ കാണിക്കുന്നത് വീട്ടിൽ കിടക്കുന്ന ലിസിനെയാണ്. അവളുടെ കഴുത്തിൽ ആ മാലയുമുണ്ട്. അന്നേരം മാൽക്കം അങ്ങോട്ടേക്ക് വരുന്നു. മാൽക്കം പറയും, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അപകടം പറ്റി, എനിക്ക് ഉടനെ തന്നെ അവരെ കാണാൻ ഹോസ്പിറ്റലിൽ പോകണം, നീ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. അങ്ങനെ മാൽക്കം കാറിൽ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ വെറുതെ ഇരിക്കുന്ന ലിസ് അപ്പുറത്ത് പൊളിഞ്ഞെടുക്കുന്ന ആ ക്യാബിനിലേക്ക് ബൈനോക്കുലറിൽ നോക്കുന്നു. അത് അവിടെ ഒരു വെളുത്ത തല കിടക്കുന്നു. ഇത് കണ്ട് ലിസ് ഞെട്ടുന്നു. ഒന്നുകൂടെ നോക്കിയപ്പോൾ അത് അവിടെ ഇല്ല. പിന്നീട് കാണിക്കുന്നത് ലിസ് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അന്നേരം പുറകിൽ ഒരാളെ കണ്ട് ഞെട്ടുന്നു. അത് വേറെ ആരുമല്ല, മിങ്കയാണ്. ലിസ് ചോദിക്കും, നീ ഇങ്ങനെ വീട്ടിൽ കയറി? അന്നേരം അവൾ ഡബിൾ ആവുന്നു. ഇതെന്തൊക്കെയോ അവിടെ നടക്കുന്നത് പറഞ്ഞ് ലിസ് തിരിഞ്ഞു നിൽക്കും. ഒന്നുകൂടെ തിരിയുമ്പോൾ മിങ്ക തൊട്ടടുത്ത് വന്ന് നിൽക്കും. എന്നിട്ട് പറയും, എല്ലാം അത് കേൾക്കുന്നുണ്ട്. എന്നിട്ട് ചോര കൈയെടുത്ത് ലിസിന്റെ മുഖത്തേക്ക് കാണിക്കും. ലിസ് മയങ്ങി പോകുന്നു. പിന്നെ കാണിക്കുന്ന സീൻ ലിസ് വൈൻ കുടിച്ച് ബോധമില്ലാതെ കിടക്കുന്നതാണ്. എണീറ്റ് നോക്കുമ്പോൾ അവളുടെ പാൻറ്റിലും ബെഡിലും ഒക്കെ വൈൻ കിടക്കുന്നു. ലിസ് അത് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മുകളിലത്തെ നിലയിൽ നിന്ന് ഭയങ്കരമായ ശബ്ദവും അലർച്ചയും ഒക്കെ കേൾക്കുന്നു. ആ സമയം തന്നെ പുറത്ത് ഡോറിൽ ആരോ കൊട്ടുന്നു. ലിസ് അവിടെ പോയി നോക്കുമ്പോൾ അത് ഡാരനാണ്. ലിസ് പറയും, ക്ഷമിക്കണം, ഇവിടെ മാൽക്കം ഇല്ല, തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അന്നേരം ഡാരൻ പറയും, എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ കയറാൻ എനിക്ക് മറ്റൊരാളുടെ അനുവാദത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഡാരൻ അകത്തേക്ക് കയറി വന്ന് ഒന്നും പറയാതെ മുകളിലേക്ക് കയറി പോകുന്നു. ലിസ് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നറിയാതെ ബാത്റൂമിൽ കയറി കതകടയ്ക്കുന്നു. അന്നേരം ആ മുകളിലത്തെ വെന്റിലേഷനിൽ നിന്ന് ഭയങ്കരമായ ശബ്ദം വരുന്നു. പിന്നെ കാണിക്കുന്നത് ഡാരൻ അടുക്കളയിൽ ചെന്ന്
ഒരു വലിയ കത്തി എടുക്കുന്നതാണ്. ലിസ് ഡാരൻ്റെ ശബ്ദമൊന്നും കേൾക്കാത്തതുകൊണ്ട് പതുക്കെ ഡോറിൻ്റെ വിടവിലൂടെ നോക്കുന്നു. അന്നേരം കാണുന്നത് ഡാരൻ കത്തിയുമായി പതുക്കെ മുകളിലേക്ക് കയറി വരുന്നതാണ്. മുകളിൽ നിന്ന് ഭയങ്കരമായ ശബ്ദം വീണ്ടും വരുന്നു. അന്നേരം വേറൊരു കാഴ്ച കാണിക്കുന്നു. ഡാരൻ്റെ തലയറുത്ത് എന്തോ അവനെ വലിച്ചു കൊണ്ടുപോകുന്നു. ശബ്ദമൊന്നും കേൾക്കാത്തതുകൊണ്ട് ലിസ് പതുക്കെ പുറത്തേക്ക് ഇറങ്ങുന്നു. അവൾ വേഗം അണ്ടർഗ്രൗണ്ടിൽ പോയി മാൽക്കത്തിന് മെസ്സേജ് ചെയ്യുന്നു. പതുക്കെ അടുക്കളയിലേക്ക് വന്ന് നോക്കുന്നു. അന്നേരം സിങ്കിൽ നിന്ന് ഭയങ്കരമായ ശബ്ദം വരുന്നു. നോക്കുമ്പോൾ ഡാരൻ്റെ വാച്ച് അതിൽ നിന്ന് കിട്ടുന്നു. ലിസ് മനസ്സിലാക്കുന്നു ഇവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അവളിനി എന്ത് ചെയ്യണമെന്നറിയാതെ പുറത്തേക്ക് നോക്കി തിരിഞ്ഞു നോക്കുന്നു. തലയിലൂടെ കവറിട്ട മനുഷ്യൻ അവളെ നോക്കിയിരിക്കുന്നു. അത് കണ്ട് ലിസ് പേടിച്ച് കണ്ണടയ്ക്കുന്നു. കണ്ണു തുറക്കുമ്പോൾ അയാളെ അവിടെ കാണില്ല. പകരം ഒരു കേക്ക് ബോക്സ് മാത്രം. പോരത്തതിന് മുകളിൽ കിടന്ന് എന്തോ ഓടുന്നതിൻ്റെ ശബ്ദവും കേൾക്കുന്നു. ലിസ് കൂട്ടുകാരെ വിളിച്ച് പറയും, ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എന്നെ നിനക്കൊന്ന് വന്ന് പിക്ക് ചെയ്യാൻ പറ്റുമോ? മറുപടി കേൾക്കുന്നതിന് മുമ്പ് ആ കോൾ ബ്രേക്കായി പോകുന്നു. അന്നേരം അവളുടെ പുറകിൽ എന്തോ ഒന്ന് കഴുത്ത് നീട്ടി അവളുടെ മുകളിലേക്ക് വരുന്നു. ലിസ് പുറകിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല. അന്നേരം മാൽക്കം കാറുമായി അങ്ങോട്ടേക്ക് വരുന്നു. മാൽക്കത്തോട് ലിസ് പറയുന്നു, നമുക്ക് ഇനി ഇവിടെ നിൽക്കണ്ട, വേഗം പോകാം. മാൽക്കം പറയും, നിക്ക് നീ എന്തൊക്കെ ഈ പറയുന്നേ, നിനക്ക് എന്താ പറ്റിയേ? ലിസ് പറയും, നിന്റെ അനിയൻ ഡാരൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ട് എന്നോടൊന്നും പറയാതെ എന്തൊക്കെയോ ഇവിടെ കാണിച്ചു കൂട്ടി. എന്നാൽ ഇപ്പോൾ അവനെ കാണുന്നുമില്ല. എനിക്ക് ഇവിടെ നിന്നിട്ട് എന്തോ പോലെ തോന്നുന്നു, നമുക്ക് ഇവിടെ നിന്ന് പോകാം. മാൽക്കം പറയും, നീ ഒന്ന് സമാധാനപ്പെട്, ഞാനൊന്ന് നോക്കട്ടെ. പിന്നെ കാണിക്കുന്ന സീൻ മാൽക്കം ഒരു വൈൻ ബോട്ടിലുമായി ലിസിന്റെ മുമ്പിലേക്ക് വരുന്നതാണ്. മാൽക്കം പറയും, ഞാനിവിടെ എല്ലാം അവനെ നോക്കി, അവൻ ഇവിടെ ഒന്നുമില്ല, അവൻ പോയി. എന്നിട്ട് പറയും, നീ എണീറ്റ് വാ, നമുക്ക് ഈ വൈനൊക്കെ കുടിച്ച് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാം. പിന്നെ കാണിക്കുന്നത് അവർ വൈനൊക്കെ കുടിച്ച് എൻജോയ് ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ മാൽക്കം ലിസിനോട് പറയും, മരിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് പോകണമെന്നില്ലല്ലോ. ഇത് കേൾക്കുന്ന ലിസിന് എന്തോ ഒരു പന്തികേട് തോന്നുന്നു. അവൾ പറയും, ഞാൻ ബാത്റൂമിലൊന്ന് പോയിട്ട് വരാം. മാൽക്കം ലിസ് പോകുന്നത് നോക്കിയിരിക്കുന്നു. ലിസ് ബാത്റൂമിൽ കയറി കതകടയ്ക്കുന്നു. ലിസിനിവിടെ എന്തൊക്കെയാ നടക്കുന്നറിയാതെ ഭ്രാന്ത് പിടിക്കുന്നു. അന്നേരം ആ വെന്റിലേഷനിൽ നിന്ന് വല്ലാത്തൊരു ശബ്ദം വരുന്നു. അപ്പോൾ ലിസിന് താഴെ കിടന്ന് ഒരു ഫോട്ടോ കിട്ടുന്നു. ആ ഫോട്ടോയിലുള്ളത് ലിസും ഒരു സ്ത്രീയും 2 കുട്ടികളുമാണ്. ലിസിന് മനസ്സിലാകുന്നു എന്തോ ഒരു കുഴപ്പമുണ്ട്. കാരണം ഇങ്ങനൊരു സ്ത്രീയെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും ഇന്നേ വരെ മാൽക്കം ലിസിനോട് പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് അങ്ങോട്ടേക്ക് മാൽക്കം കയറി വരുന്നു. മാൽക്കം പറയും, ഞാൻ പറയാം, നീ പുറത്തേക്ക് വാ. പിന്നെ കാണിക്കുന്ന സീൻ അവർ രണ്ടും വേറൊരു റൂമിലിരിക്കുന്നതാണ്. മാൽക്കം പറയും, ലിസ് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് നിന്നെ വേണം. ലിസ് പറയും, മാൽക്കം നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എങ്ങനെ വേണമെങ്കിലും എടുത്തു, പക്ഷേ നീ നിന്റെ ഫാമിലിയിലേക്ക് തിരിച്ചു പോകണം, എന്നിട്ട് എന്നെ വിട്ടേക്ക്. അന്നേരം മാൽക്കം പറയും, ആ കേക്കിൻ്റെ ചെറിയൊരു ഭാഗം കഴിച്ചാൽ വരെ അവർ നിന്നെ പിച്ച് ചിന്തി കഴിക്കും, പക്ഷേ നീ അത് മുഴുവൻ കഴിച്ചിട്ടും നിന്നെ അവർ ഒന്നും ചെയ്തില്ല. അപ്പോഴേ എനിക്ക് മനസ്സിലായി നീ ഒരു സ്പെഷ്യലാണെന്ന്. ലിസ് ഞെട്ടിത്തെറിച്ച് ചോദിക്കും, നീ എന്തൊക്കെയായി പറയുന്നേ? അന്നേരം മാൽക്കം പറയുന്നു, ഞങ്ങൾ അവളെ കണ്ടത് 200 വർഷങ്ങൾക്ക് മുമ്പാണ്. പിന്നെ കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്കാണ്. പണ്ട് ഞാനും എൻ്റെ അനിയൻ ഡാരനും വേട്ടയാടാൻ പോയപ്പോഴാണ് അവളെ ഞങ്ങൾ കണ്ടത്, ആ ദുർമന്ത്രവാദിയെ. അവൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു. അവൾ എല്ലാ ദിവസവും ആ അരുവിയുടെ അടുക്കൽ വന്ന് നഗ്നയായി ഒരു നൃത്തം ചെയ്യുമായിരുന്നു. പക്ഷെ അവൾ കയറിയത് ഞങ്ങളുടെ അച്ഛൻ്റെ പറമ്പിലായിരുന്നു. അതാണ് അവൾ ചെയ്ത തെറ്റ്. ഞങ്ങൾ നോക്കുന്നത് അവൾ കണ്ടു. അവൾ ഓടി. ഞാനാണ് അവളുടെ കാലിൽ വെടിവെച്ചിട്ടത്. അന്നേരം ദുർമന്ത്രവാദിയുടെ കഴുത്തിൽ നിന്ന് പോയ മാലയാണ് ലിസിന് അരുവിയിൽ നിന്ന് കിട്ടിയത്. ഞാനും ഡാരനും അവളെ ഞങ്ങളുടെ ഫാം ഹൗസിൽ കൊണ്ടിട്ടു. ഞങ്ങൾ പിന്നെ ഒന്ന് നോക്കുമ്പോൾ കണ്ടത് അവൾ എന്തിനോ ജന്മം നൽകിയതാണ്. അവിടെയൊക്കെ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നും പുകയും ഉയരുന്നുണ്ടായിരുന്നു. തൊട്ടപ്പുറത്തായി ആ ദുർമന്ത്രവാദിയും. അന്നേരം മുകളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ വരുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു. ഞങ്ങൾ അവളെ പോയി നോക്കിയപ്പോൾ അവളുടെ വെളുത്ത കണ്ണാണ് ഞങ്ങൾ കണ്ടത്. ഞാൻ അപ്പോൾ തന്നെ തലയിൽ വെടിവെച്ച് അവളെ കൊന്നു. ഇതെല്ലാം കേട്ട് ഞെട്ടിയിരിക്കുന്ന ലിസ് പറയും, എനിക്ക് ഉടനെ വീട്ടിൽ പോകണം, എന്നെ തിരിച്ചു കൊണ്ടുവിട്ടേക്ക് പ്ലീസ്. അന്നേരം മാൽക്കം പറയും, ഈ വീടിൻ്റെ അകത്തും പുറത്തുമായി അവളുടെ മക്കളുണ്ട്. അവർ ഞങ്ങളുടെ അടിമകളെ പോലെയാണ്. അവരെ ഒന്ന് കൊല്ലാതെ വിട്ടതിന് ഞങ്ങൾ പ്രതിഫലമായി ചോദിച്ചത് മരണമില്ലാത്ത ജീവിതമാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അവർക്ക് വിശന്നാൽ അവർ അലറി വിളിക്കും. അന്നേരം നിന്നെപ്പോലെ ഒരു പെണ്ണിനെ ഞങ്ങൾ വിട്ടുകൊടുക്കും. ശരിക്കും നിന്നെപ്പോലെ കുറേ പേർ അവർക്ക് ഭക്ഷണമായിട്ടുണ്ട്. ഇത് കേൾക്കുന്ന ലീസ് പേടിയോടെ ചോദിക്കും, മാൽക്കം നിനക്കെന്നെ ഇഷ്ടമല്ലേ? മാൽക്കം പറയും, എനിക്കിഷ്ടമാണ്, പക്ഷേ എൻ്റെ ജീവനല്ലേ എനിക്ക് വലുത്. അന്നേരം മുകളിൽ നിന്ന് ഭയങ്കരമായ ശബ്ദം വരും. ലിസ് അവിടെ നിന്ന് ഓടി വേറൊരു സ്ഥലത്ത് പോയി വിളിക്കും. ലിസ് അവളുടെ കയ്യിലുള്ള ഫോൺ വർക്കാവുമോ എന്ന് നോക്കുന്നു. ആ നേരം
ഒരു പെണ്ണിനെ പോലെയുള്ള ഒരു ജീവി അവളുടെ പുറകിലൂടെ ഇങ്ങനെ വരും. അവളങ്ങനെ ആ വീടിൻ്റെ ബാൽക്കണിയുടെ അടുത്തെത്തുന്നു. അവൾ അവിടെ പിടിച്ച് എങ്ങനെയെങ്കിലും അവിടുന്ന് ഇറങ്ങി രക്ഷപ്പെടാമെന്ന് വിചാരിക്കുമ്പോൾ മുകളിൽ നിന്ന് 3 ജീവികൾ അവളെ നോക്കി നിൽക്കും. അവൾ പേടിച്ച് വെള്ളത്തിലേക്ക് വീഴും. പിന്നെ കാണിക്കുന്നത് മാൽക്കത്തെയാണ്. അവൻ അവളുടെ പേരിലുള്ളൊരു പെട്ടി അവിടെ ഒരു സ്ഥലത്ത് കൊണ്ട് വെക്കുന്നു. അന്നേരമാണ് വേറൊരു കാര്യം കാണിക്കുന്നത്. ലിസിനെ പോലെ ഇതിനു മുമ്പ് കൊണ്ടുവന്ന സ്ത്രീകളുടെ പേരുള്ള പെട്ടികൾ. പിന്നെ കാണിക്കുന്നത് ലിസിനെയാണ്. അവൾ ആ വീടിൻ്റെ തന്നെ അണ്ടർഗ്രൗണ്ടിലാണ്. അവൾ എങ്ങനെ ഇവിടെ എത്തിയെന്നറിയാതെ കിടക്കുമ്പോഴാണ് ഒരു കാര്യം കാണുന്നത്. ഒരു വെളുത്ത വാതുറന്ന ജീവി അവളെ നോക്കി നിൽക്കുന്നു. ആ വാതുറന്ന ജീവി അവിടെ ഇരുന്നൊരു കുപ്പിയിൽ നിന്ന് എന്തോ എടുക്കുന്നു. അന്നേരം അതുപോലെ തന്നെയുള്ള വേറൊരു ജീവി അവളുടെ പുറകിൽ നിന്ന് വരുന്നു. അന്നേരമാണ് കാണിക്കുന്നത് അതാ കുപ്പിയിൽ നിന്നെടുത്തത് ഇതിനു മുമ്പ് കൊന്ന ആരുടെയോ തലയാണ്. ഇത് കാണുന്ന ലിസ് പറയുന്നു, വാട്ട് ദ അന്നേരം ലിസിനടുത്തേക്ക് മുഖം മറച്ചൊരു ജീവി ഇങ്ങനെ വരുന്നു. അതവളുടെ അടുത്ത് വന്ന് ആ കവർ മാറ്റുന്നു. ആ മുഖം കണ്ട് ലിസ് ഞെട്ടുന്നു. 5 മുഖമുള്ള ഒരു ജീവി അത് ലിസിനെ നോക്കി അലറുന്നു. അന്നേരം അടുത്തുള്ള എല്ലാ ജീവികളും ലിസിനടുത്തേക്ക് വരുന്നു. ലിസിനെ എല്ലാം കൂടെ ഇപ്പൊ പിച്ച് ചീന്തി കൊല്ലുമെന്ന് വിചാരിക്കുമ്പോൾ എല്ലാ ജീവികളും കൂടെ ലിസിന്റെ മുഖത്ത് തലോടുന്നു. ലിസ് ആ ജീവികൾ ചിരിക്കുന്നത് പോലെ ഒരു പ്രാന്തിയെ പോലെ ചിരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് കിടന്നുറങ്ങുന്ന മാൽക്കത്തെയാണ്. മാൽക്കത്തിന് വല്ലാണ്ട് അസ്വസ്ഥതകൾ തോന്നുന്നു. കൈയുടെ തൊലികളെല്ലാം ചുക്കി ചുളിഞ്ഞിരിക്കുന്നു. വല്ലാണ്ട് ചുമയ്ക്കുന്നു. മാൽക്കം പുറത്തേക്ക് നോക്കുമ്പോൾ ആ വലിയ ജീവി മാൽക്കത്തിൻ്റെ അടുത്തേക്ക് വരുന്നു. പിന്നെ കാണിക്കുന്നത് പടുവൃത്തനായിട്ടുള്ള മാൽക്കത്തെ തലകുത്തനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നതാണ്. മാൽക്കം രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നു. അന്നേരം നമ്മുടെ വെള്ളക്കണ്ണുള്ള ലിസ് അങ്ങോട്ടേക്ക് വരുന്നു. മാൽക്കം ചോദിക്കും, നിന്നെ അവർ ഒന്നും ചെയ്തില്ലേ? അവരുടെ കൂടെ ഞാനും ജീവിക്കാൻ അവർ സമ്മതിച്ചു. എന്നിട്ട് പറയും, മാൽക്കം ഈ കേക്ക് കഴിക്ക്. മാൽക്കം അത് തിന്നാൻ കൂട്ടാക്കില്ല. ലിസ് നിർബന്ധിച്ച് അവൻ്റെ വായിൽ കുത്തി കയറ്റും. ലിസ് മാൽക്കത്തെ നോക്കി ഒരു കൊലച്ചിരി ചിരിക്കും. ഒരു ചുവന്ന ദ്രാവകത്തിലേക്ക് മാൽക്കത്തിൻ്റെ തല കുത്തനെ കുത്തിയിറക്കുന്നു. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ലിസനെ കാണിച്ചുകൊണ്ട് ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. ഈ സിനിമ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ സിനിമകൾ കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഓക്കെ ബൈ. സിനിമ ടോക്ക് മച്ചു.